ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവളാണ് ഉമാദേവി. ഒരിക്കൽ ഒരു ശർക്കരത്തുണ്ടെങ്കിലും കൊടുത്തവരെ പിന്നീട് മറക്കുന്ന പരിപാടിയേയില്ല എന്ന് കരുതി എപ്പോൾ കാണുമ്പോഴും തുമ്പി നീട്ടി നിൽക്കുന്ന ആവശ്യമില്ലാത്ത അധികാരഭാവവുമില്ല. കാണുമ്പോൾ എന്താ ചേട്ടാ സുഖമാണോ എന്നൊരു ചോദ്യം ചോദിക്കും. മറുപടി പറയാൻ താല്പര്യമുള്ളവർക്ക് പറയാം. ഒരു ഓലക്കീറ് കൊടുക്കണമെന്ന് തോന്നുന്നവർക്ക് കൊടുക്കാം. സന്തോഷത്തോടെ ഇതാ ഇങ്ങനെ വാങ്ങും. ഒരു പുഞ്ചിരി നൽകും, നടക്കും. അതാണ് ചിട്ട. അതിലപ്പുറമൊന്നുമില്ല. വീണെടുത്ത കൊമ്പുകളുടെ ഗരിമ മാറ്റിവെച്ചാൽ ആകാരഭംഗിയിൽ ആരും ഇവളെ മാറ്റി നിർത്തില്ല. നല്ല തലപ്പൊക്കവും വാലും ചെവിയുമെല്ലാം ഉണ്ട്. തേൻ നിറമുള്ള കണ്ണുകളിൽ ഒരിക്കലും കത്തിക്കാളുന്ന കോപമില്ല. സ്ഥായീഭാവം എന്നോണം ഓളം വെട്ടുന്ന ശാന്തത. 9 അടിയോളം പോരുന്ന ഉയരം, നല്ല നട അമരങ്ങൾ, ഐശ്വര്യമുള്ള തുമ്പിക്കൈ. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ MT വാസുദേവൻ നായർ വരച്ചിട്ട വള്ളുവനാടൻ പെണ്ണിൻ്റെ ചേലും പകറ്റും. ആ കുലീനതയും അതെല്ലാം ഉമാദേവിയിൽ ഒരു കൊമ്പൻ ദർശിച്ചാൽ അവനെ കുറ്റം പറയുവാനൊക്കില്ല. കാരണം നോക്കൂ, ഇവൾ അങ്ങനെയൊക്കെ തന്നെയാണ്. മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 16 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തലപ്പൊക്കമുള്ള കൊമ്പനുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഐശ്വര്യവും തിടമ്പേറ്റുമ്പോൾ അവനിൽ ജ്വലിക്കുമായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ ഇവിടെ വന്നവനായിരുന്നു അവൻ. പേര് ഗംഗാധരൻ. വീട്ടുകാർ ആവശ്യത്തിൽ കവിഞ്ഞ സ്നേഹവും പരിചരണവും എല്ലാം നൽകുമ്പോൾ തലതിരിഞ്ഞു പോകുന്ന ചില കുട്ടികളില്ലേ, അതുപോലെയായി തീർന്നു ഗംഗാധരൻ. നാളുകൾ പിന്നിടുന്തോറും അവൻ്റെ ദുർവാശികളും നിർബന്ധങ്ങളുമെല്ലാം ഏറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ക്ഷേത്ര കമ്മിറ്റി അവനെ ഒഴിവാക്കുവാൻ തീരുമാനിച്ചു. എരുമേലിയിലുള്ള ഒരു വ്യവസായി ഗംഗാധരനെ വാങ്ങി. ആ ഒഴിവിലേക്കാണ് ഉമാദേവി വലതുകാൽ വെച്ച് കടന്നു വരുന്നത്. എരുമേലിയിൽ പോയിട്ടും ഗംഗാധരൻ ആളൊന്നും മാറിയില്ല. ഇന്നും പഴയ മട്ടിൽ തന്നെയാണ് ജീവിതം. ഗംഗാധരൻ ശരിക്കും അമ്പലക്കമ്മിറ്റിക്കാർക്ക് വലിയൊരു പാഠമാണ് സമ്മാനിച്ചത്. ആനയുടെ വലിപ്പമോ മറ്റാകാര മികവുകളോ അല്ല കാര്യം, പകരം അതിൻ്റെ സ്വഭാവമാണ്. പാൽ എത്ര മികച്ചതാണെങ്കിലും അതിൽ ഒരു തുള്ളി പുളിനീർ വീണാൽ തീർന്നില്ലേ? പാത്രത്തോടെ എടുത്ത് ഓടയിൽ ഒഴിക്കുവാനേ നിർവാഹമുള്ളൂ. അതായിരുന്നു ഗംഗാധരൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. പകരം ഒരാനയെ വാങ്ങണമെന്ന് തീരുമാനിച്ചപ്പോൾ തികച്ചും ശാന്തതയുള്ള ഒരാനയെ വാങ്ങണമെന്നായിരുന്നു ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. അത് കൊമ്പനാന തന്നെ ആകണമെന്നും നിർബന്ധമില്ലായിരുന്നു. ഒരാനയോട് കിടന്ന് ഇനിയും വഴക്കടിക്കാൻ വയ്യ. അങ്ങനെയാണ് അന്വേഷണം ഉമാദേവി എന്ന പഴയ സരോജിനിയിലെത്തുന്നത്. ചില ആളുകളില്ലേ, ആദ്യം വളരെ ആർഭാടമായി വിവാഹം കഴിക്കും. സൗന്ദര്യവും സ്ത്രീധനവും എല്ലാം വാങ്ങി കൊക്കിൽ ഒതുങ്ങാത്ത ഭാരത്തെ കൊത്തിയെടുക്കും. അല്പം കഴിയുമ്പോഴാണ് സംഗതി ശരിയാവില്ല എന്ന് ബോധ്യമാവുന്നത്. പിന്നെ വഴക്കായി, വക്കാണമായി, കേസായി, കോടതിയായി, കാര്യങ്ങൾ ചക്ക കുഴയുന്നത് പോലെ കുഴയും. നീണ്ട നിയമക്കുരുക്കുകളെല്ലാം കടന്നൊടുവിൽ രണ്ടും രണ്ട് പാത്രമാകും. അത്രയും ആകുമ്പോഴാണ് ഇരുകൂട്ടർക്കും നല്ല ബുദ്ധി ഉദിക്കുന്നത്. അതിനുശേഷം രണ്ടുപേരും അവരവർക്കിണങ്ങിയ ജോഡിയെ കണ്ടെത്തും. മാരാരിക്കുളം ശ്രീ മഹാദേവൻ ഇണങ്ങുന്ന ആൾ ഞാനാണെന്ന് പറയുന്ന ഒരു ഭാവമില്ലേ ഉമാദേവിക്ക്? അതെ, ഉണ്ടുണ്ട്, 100% ഉണ്ട്. 1995 ഗംഗാധരനെ കൈയൊഴിഞ്ഞ് ഉമാദേവിയെ വാങ്ങുമ്പോൾ ഇവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല രൂപം. കഷ്ടകാലം അതിൻ്റെ അവസാനത്തെ പയറ്റും വാശിയോടെ ആടിത്തീർക്കുകയായിരുന്നു ഇവളിൽ. കോതമംഗലത്തെ ഒരു കൂപ്പിൽ നിൽക്കുകയായിരുന്നു ഇവൾ. ഇബ്രാഹിം കുഞ്ഞ് എന്നൊരാളുടെ ഉടമസ്ഥതയിലായിരുന്നു ജീവിതം. ഒന്നും പറയണ്ട, നേരം പരപരാന്ന് വെളുക്കുമ്പോൾ തുടങ്ങുന്ന പണിയാണ്. ഒന്ന് ശ്വാസം വിടാൻ പറ്റില്ല, ആഹാരവുമില്ല. ഇതൊന്നും പോരാത്തതിന് ആട്ടും തുപ്പും ചവിട്ടും തൊഴിയുമെല്ലാം കുട്ടക്കണക്കിന് കിട്ടുകയും ചെയ്യും. ഇതെന്തൊരു ജീവിത ദുർഗതിയാണ് ഈശ്വര എന്ന് കരഞ്ഞു വിളിക്കാത്ത ദിവസങ്ങളില്ല. ആരുമില്ലാത്തവർക്ക് ഈശ്വരനെ വിളിക്കുക എന്ന ഏക പോംവഴിയല്ലേ ഉള്ളൂ. ഇവളും അതുതന്നെ ചെയ്തു. ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണേ എന്ന് വിളിപ്പാടകലെ കിടക്കുന്ന വൈക്കത്തപ്പനോട് കേണ് പ്രാർത്ഥിച്ചു. മുട്ടുപിൻ തുറക്കപ്പെടും എന്നാണല്ലോ പ്രമാണം. അങ്ങനെ ദൈവം കണ്ണു തുറന്ന വേളയിലാണ് മാരാരിക്കുളത്ത് നിന്നും അമ്പലക്കമ്മിറ്റിക്കാർ അവിടെ എത്തുന്നത്.
പുറം ലോകവുമായി ബന്ധങ്ങളൊന്നുമില്ലാതെ അന്യനാട്ടിൽ ലേബർ ക്യാമ്പുകളിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്നവരുടെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഉമാദേവി എന്ന സരോജിനി. കൂപ്പിലെ പണിയെടുക്കുവാൻ അത്രയൊന്നും ശാരീരിക ക്ഷമതയില്ലായിരുന്ന ഈ ആനയെ കൈയൊഴിയാൻ ഇബ്രാഹിം കുഞ്ഞിന് 2 വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങനെ സരോജിനി ഉമാദേവിയായി ഇവിടെ എത്തിച്ചേർന്നു. ഭഗവാന്റെ സന്നിധിയിൽ ശരിക്കും ഉമാദേവിക്ക് ഒരു 2ാം ജന്മമായിരുന്നു. വിദഗ്ധ ചികിത്സയിലൂടെ പാദരോഗം പടികടന്നു. പഴയ വിശ്രമമില്ലാത്ത അധ്വാനം ഒഴിഞ്ഞപ്പോൾ ശരീരം മെച്ചപ്പെട്ടു. ഏത് പുരുഷനും ഒന്ന് നോക്കുമെന്ന മട്ടായി. സ്വയം അത് ബോധ്യപ്പെടുകയും ചെയ്തു.